ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ഒരു റൈസ് റെസിപ്പി നോക്കിയാലോ? അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം, സമയം കളയണ്ട അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സാണ്, അപ്പോൾ അതുകൊണ്ട് 4 ഗ്ലാസ് അളവിൽ ബസ്മതി അരിയാണ് എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ബിരിയാണി റൈസ് എന്ന് പറയും കേട്ടോ. ബിരിയാണി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്ക് കഴുകിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു നമ്മൾ ഏത് പാത്രത്തിലാണോ ചോറ് വെക്കാൻ പോകുന്നത് ആ ഒരു പാത്രം ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വേറെ ഇൻഗ്രീഡിയൻസ് ഇവിടെ സെറ്റാക്കി എടുക്കാനുണ്ട്. കറുവപ്പട്ടയുടെ ഇല, ജീരകം, ഏലക്ക, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് ജാതിക്കയുടെ പീസ് എടുത്തിട്ടുണ്ട്. തക്കോലമാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കാണിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ എടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ പാത്രം ചൂടായി വരുമ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് നെയ്യാണ്. കുറച്ച് അധികം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ റൈസിന് ആ നെയ്യുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോഴത്തേക്കും നല്ലതല്ലേ കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം 2.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കിസ്മിസും കാഷ്യൂനട്ടുമാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും ആരും ചെയ്യാറില്ല. ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് ആ ഒരു കാര്യത്തിൽ. എന്നാലും കുഴപ്പമില്ല, നമ്മളുടെ ഒരു സന്തോഷം ഇങ്ങനെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ ഞാൻ കണ്ടെത്താറുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് കുറച്ച് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് നമുക്ക് കുറച്ചിങ്ങനെ മുന്നിൽ നിൽക്കണം, അതായത് കുറച്ച് അധികമാണ് എന്നുള്ള രീതിയിൽ തോന്നണം ഇപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പം. പിന്നെ ചേർത്തേക്കുന്നത് ജസ്റ്റ് ഒരു മഞ്ഞ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റൈസ് ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ കറിയുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് കുറച്ച് തൈരോ അല്ലെങ്കിൽ ഒരു പപ്പടമോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്നും അടച്ച് വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ഇത് ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ ബിരിയാണി അരി ഉണ്ടല്ലോ, അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അത് ബിരിയാണി അരി ഇട്ട് കൊടുക്കുമ്പോൾ അത് ഉടഞ്ഞു പോകാതെയൊക്കെ നന്നായിട്ട് തന്നെ പതുക്കെ ഇട്ട് കൊടുത്തിട്ട് പതുക്കെ തന്നെ ഇളക്കി അത് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഇച്ചിരി സ്പീഡ് കൂട്ടിയിടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നും ഞാൻ ഭയങ്കര സ്പീഡിലാണ് ഇളക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പതുക്കെ തന്നെ ഇളക്കി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ വെള്ളം വറ്റുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾ എത്ര ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ ഇരട്ടി അളവിലുള്ള വെള്ളമാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പം ഇവിടെ 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് അളവിലാണ് വെള്ളം എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കൂടി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അരി കറക്റ്റായിട്ട് നമുക്ക് വെന്തും കിട്ടും. പിന്നെ ഓരോ അരിക്കും വ്യത്യാസം ഉണ്ടാവുമെന്ന് അറിയില്ല. ഞങ്ങളിത് കുറേ പരീക്ഷിച്ച് വിജയിച്ച ഒരു അരിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഫ്ലോപ്പായി പോയിട്ടുണ്ടെങ്കിൽ പൊങ്കാലയിടാൻ വരല്ലേ. അപ്പം അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇത് നന്നായിട്ട് നമ്മൾ പതുക്കെ ഇരുന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇത് കാണുന്ന പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. കാരണം വേറെ പ്രത്യേകിച്ച് നമ്മൾ വെജിറ്റബിൾസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കട്ട് ചെയ്തിടുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് പച്ചക്കറികളൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റോ ബീൻസോ അങ്ങനെയുള്ളതൊക്കെ ചേർക്കാം. അതിനും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇതിൻ്റെ ആവി വന്ന് ക്യാമറ ബ്ലറായി പോയതാട്ടോ. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു പരുവത്തിൽ കുറച്ചും കൂടെ വറ്റാനുണ്ട്. ഞാൻ നന്നായിട്ട് വറ്റി ഇതുണ്ട് ഇതുപോലെ ആയി വരുമ്പം നമുക്കിനി ഇത് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് അടച്ച് വയ്ക്കാം. അപ്പം അടപ്പ് നല്ല ഫിറ്റായിട്ടുണ്ടാവണം, അത്രയേ ഉള്ളൂ ഇതിന് കാര്യം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു ആവിയും കൊണ്ട് ബാക്കിയും കൂടി ഇരുന്ന് വെന്തോളൂ. ഇപ്പം തന്നെ ഒരു 90% വെന്തിട്ടുണ്ട്. ഇച്ചിരിയും കൂടെ വേകാനുള്ളത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ അടച്ച് വയ്ക്കുക. ഒരു അരമുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും കഴിക്കാൻ സെറ്റായി. ഇത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബൈ.